അടുത്തൊരു റിപ്പോർട്ടിലേക്ക് പോവുകയാണെങ്കിൽ ആലുവ എടത്തലയിൽ സ്വകാര്യ ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക് പറ്റി. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻഭാഗം ഏറെക്കുറെ പൂർണ്ണമായിട്ടും തകർന്നു. ഗുരുതരമായി പരിക്കേറ്റ കോഴിക്കോട് സ്വദേശി വെന്റിലേറ്ററിൽ തുടരുകയാണ്. ബസ് ഡ്രൈവറായ പ്രസാദിന്റെ തലയ്ക്കും കൈക്കും പരിക്കുണ്ട്. വിദ്യാർത്ഥികളടക്കം നിരവധി പേർ അപകട സമയത്ത് ഈ ബസ്സിലുണ്ടായിരുന്നു. ഇടത്തലയിൽ നിന്ന് ഇസത്ത് സുൽഫിക്കർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്നുച്ചയ്ക്ക് 2:30 കൂടിയാണ് ആലുവ പുക്കാട്ടുപടി ഭാഗത്ത് കോലഞ്ചേരിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന സെന്റ് തോമസ് ബസ് അപകടത്തിൽപ്പെടുന്നത്. ഈ വരുന്ന വഴി, നമുക്ക് പിന്നിൽ കാണുന്ന ഈ വഴി ഒരു വളവുണ്ട്. ഈ വളവിന്റെ ഭാഗത്ത് വെച്ചാണ് ഈ വാഹനം, ഈ ഒരു ബസ് ഒരു ടോറസിനോട് ഇടിക്കുന്നത്. ഇതിൽ ഏകദേശം 33 ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 33 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ രാജഗിരി ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മാത്രമല്ല, ഇതിൽ ഒരാളുടെ നില വലിയ ഗുരുതരമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അയാളുടെ തലക്കേറ്റ പരിക്കാണ് ഈ ഗുരുതരമാവുന്നതിന് കാരണമായിട്ടുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാവും ഈ അപകടത്തിന്റെ ആഘാതം അത് എത്രത്തോളമായിരുന്നു, എത്ര വേഗതയിലായിരുന്നു വാഹനം വന്നിരുന്നതെന്ന്. ഈ പ്രദേശത്ത് സ്ഥിരം ഇത്തരം വാഹനാപകടങ്ങൾ ഉണ്ടാവാറുള്ളതാണ്. പ്രധാനമായിട്ടും കഴിഞ്ഞ മാസം ഒരു കുട്ടി ഈ വാഹനാപകടത്തിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം പ്രദേശവാസികളെല്ലാം ചേരുന്നുണ്ട്. ഇവിടെ എപ്പോഴും ഇതുപോലെ വാഹനാപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ്. 2 ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അറിവ് കിട്ടിയത്. അറിഞ്ഞത് ഇതിനു മുമ്പ് ഇവിടെ ആ ഭാഗത്ത് ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അവിടെ ട്രാൻസ്ഫോമർ ആ വളവില് ട്രാൻസ്ഫോമർ എന്തോ ചെറിയ അകത്തേക്ക് കയറിയിരിക്കാന്നുള്ളതാണ് അറിയാം. അപകടമുള്ളതെന്നാണ് അറിയപ്പെടുന്നത് തന്നെ. അപകടമുള്ളതാണ്, സ്ഥിരം അപകടമുള്ളതാണ് അവിടെ. ഈ ബസ്സുകൾ, ഈ വഴി പോകുന്ന ബസ്സുകളൊക്കെ ഭയങ്കര സ്പീഡിലൂടെ അല്ല ബസ്സുകാർ ഭാഗത്ത് ലോറിയാണ്, ലോറി മാത്രമേ ഉള്ളൂ. ബസ്സുകാർ പതുക്കെ പോകാറ്. അവര് പതുക്കെ പോകുള്ളൂ. ഇല്ല വാശിയായിട്ട് ഇതൊന്നുമില്ല. ഇപ്പോൾ ഈ പ്രദേശത്ത് ഗതാഗത കുരുക്കും, ഈ ബസ് അപകടം ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു ഗതാഗത കുരുക്കും ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. നമുക്കിനി ബസ്സിന്റെ ഉള്ളിലെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇത് എത്രത്തോളം അപകടം ഈ ബസ് മുഖേന ഉണ്ടായിട്ടുണ്ട് എന്ന്. നമുക്ക് ഈ രക്തക്കറകളും അതുപോലെ തന്നെ സീറ്റെല്ലാം നശിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇവിടുന്ന് ഈ ബസ് ആ ഭാഗത്തു നിന്നാണ് വരുന്നത്. അവിടെ ഒരു വളവുണ്ട്. ആ വളവിന്റെ ഭാഗത്ത് ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. ഈ ട്രാൻസ്ഫോമർ മുഖേന കാണാൻ സാധിക്കുന്നില്ല എന്നതാണ് ആളുകൾ പറയുന്നത്. പ്രധാനമായിട്ടും പ്രദേശവാസികൾ ഉന്നയിക്കുന്ന ആരോപണം അത് തന്നെയാണ്. ഈ ട്രാൻസ്ഫോമർ മുഖേന എതിർവശത്ത് നിന്ന് വരുന്ന വാഹനം ഏതാണ് എന്ന് കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ വാഹനം അപകടത്തിൽ പെട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ സീറ്റുകളിലൊക്കെ ഉള്ള രക്തക്കറ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കും ഇതിലെ എത്രത്തോളം ഒരു വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന്. ഏതായാലും ഇപ്പോൾ ഇതിലുണ്ടായിരുന്നവരെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവരുടെ നില സമ്മിശ്രമായിട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ അതിൽ 2 പേരുടെ നില വലിയ ഗുരുതരമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ ജിബിനോടൊപ്പം ഇസത്ത് സുൽഫിക്കർ, ന്യൂസ് മലയാളം.